ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനങ്ങളാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനങ്ങൾ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന ദിവസം നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവായ ഈശോ വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണ് ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളെങ്കിൽ അവർക്ക് ഈ 5 സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഒന്നാമതായി ഈശോ പറയുകയാണ്, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. യേശുവിൻ്റെ നാമത്തിൽ പിശാച് ബാധിതരെ സൗഖ്യപ്പെടുത്തും. പിശാച് വസിക്കുന്ന ഇടങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള കൃപ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ലഭിക്കുമെന്ന് ഈശോ പറയുകയാണ്. രണ്ടാമതായി ഈശോ പറയുകയാണ്, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. ഭാഷാപരത്തിൽ സംസാരിക്കാനുള്ള കൃപ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന് ഉണ്ടായിരിക്കുമെന്ന് തിരുവചനത്തിലൂടെ ഈശോ വളരെ വ്യക്തമായി പറയുകയാണ്. മൂന്നാമതായി ഈശോ പറയുകയാണ്, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അതായത് സർപ്പത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം, അത് കടിച്ചാൽ നമ്മൾ മരിക്കും. അപ്പോൾ മാരകമായ വിഷമുള്ള സർപ്പത്തിൻ്റെ ദംശനം വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന് ലഭിക്കില്ല, അല്ലെങ്കിൽ ഏൽക്കുകയില്ലെന്ന് തിരുവചനത്തിലൂടെ ഈശോ വളരെ വ്യക്തമായി പറയുകയാണ്. നാലാമതായി ഈശോ പറയുകയാണ്, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ മാരകമായ എന്ത് വിഷപദാർത്ഥം കലർന്നാലും അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാവും. പരിശുദ്ധാത്മാവ് ആ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുമെന്ന് തിരുവചനത്തിലൂടെ ഈശോ വളരെ വ്യക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമതായി ഈശോ പറയുകയാണ്, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു രോഗി എത്ര മാരകമായ രോഗിയായിക്കോട്ടെ, യേശുവിൽ വിശ്വസിക്കുന്ന, അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലാണ് അവൻ്റെ ശിരസിൽ കൈകൾ വയ്ക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗി സൗഖ്യപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഈ 5 സവിശേഷതയുണ്ടെങ്കിൽ നമുക്കറിയാം അവന് വിശ്വാസമുണ്ട്. വിശ്വാസം എന്നാൽ എന്താണ്? ഹെബ്രായർ 11:1 പറയും, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് വിശ്വാസത്തിൻ്റെ കൃപയിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഇന്ന് ലോകം മുഴുവൻ നടത്തിയ പരിശുദ്ധ കുർബാനയിൽ ദിവ്യാനുഷ്ഠാനം യോഗ്യത സ്വീകരിക്കുകയും ചെയ്യാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.